അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹിബ്ബീങ്ങളെ, ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ പ്രത്യേകതകളെ കുറിച്ചാണ്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ വളരെ ശ്രേഷ്ഠമാണ്. ആരാധനകൾ കൊണ്ട് ധന്യമാക്കേണ്ട ദിനങ്ങളാണ് ഈ 10 ദിവസങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളേക്കാൾ ആരാധന കൊണ്ട് അള്ളാഹുവിനെ കൊണ്ട് ഇഷ്ടമായ മറ്റൊന്നുമില്ല. നോമ്പ്, ഹജ്ജ്, നിസ്കാരം, ദാനധർമ്മം എന്നീ 4 സംഗമിക്കുന്ന മാസമാണ് ദുൽഹിജ്ജ മാസം. ഈ പ്രത്യേകതകൾ മറ്റൊരു മാസത്തിനുമില്ല. അതുകൊണ്ട് ദുൽഹിജ്ജ മാസത്തിന് ഇത്രയും മഹത്വം ലഭിച്ചത് എന്ന് ഹദീസുകളിൽ വിശദീകരിക്കുന്നു. ദുൽഹിജ്ജയിൽ 10 ദിനങ്ങളിൽ നിങ്ങൾ തക്ബീറും തഹ്ലീലും തഹ്മീദും വർദ്ധിപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാരോട് പറഞ്ഞിരുന്നു. ദുൽഹിജ്ജ 8 ദിവസവും നോമ്പ് നോൽക്കൽ ശക്തമായ സുന്നത്താണ്. ഈ 10 ദിനങ്ങൾ ധാരാളം ശ്രേഷ്ഠതകളുമുണ്ട്. അവയെല്ലാം ഓരോ നബിമാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു വിട്ടുവീഴ്ച നൽകിയ ദിവസം ദുൽഹിജ്ജയിലെ 1-ാമത്തെ ദിവസമാണ്. അതിനാൽ ആ ദിവസം നോമ്പനുഷ്ഠിച്ചാൽ അവൻ എല്ലാ ദോഷങ്ങളും പുറത്തു നൽകുന്നതാണ്. യൂനസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും അവിടുന്ന് മത്സ്യം വയറ്റിൽ നിന്നും പുറത്തു വരികയും ചെയ്ത ദിവസമാണ് 2-ാം ദിവസം. ആ 2-ാം ദിനത്തിൽ ആ ദിവസം ആരെങ്കിലും നോമ്പ് അനുഷ്ഠിച്ചാൽ അവൻ ഒരു വർഷം കുറ്റമറ്റ രൂപത്തിൽ അള്ളാഹുവിനെ ആരാധിച്ചവനെ പോലെയാണ്. 3-ാം ദിനം എന്ന് പറയുന്നത് സക്കരിയ നബിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെട്ടതാണ്. 3-ാം ദിനത്തിൽ അന്ന് ആരെങ്കിലും നോമ്പ് അനുഷ്ഠിച്ചാൽ അവൻ പ്രാർത്ഥനയ്ക്കും അള്ളാഹു ഉത്തരം നൽകും. 4-ാം ദിനത്തിലാണ് ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചത്. അന്ന് നോമ്പനുഷ്ഠിച്ചവരുടെ ദാരിദ്ര്യവും പ്രയാസങ്ങളും അള്ളാഹു ഇല്ലാതാക്കും. 5-ാം ദിനത്തിലാണ് മൂസാ നബി അലൈഹിസ്സലാം ജനിച്ചത്. ഈ ദിവസം നോമ്പനുഷ്ഠിച്ചാൽ കാപട്യത്തിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും മോചിതനാകുന്നു. 6-ാം ദിനത്തിലാണ് അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധാരാളമായി നന്മകളുടെ കവാടം തുറന്നു കൊടുത്തത്. ആ ദിനത്തിൽ നോമ്പെടുക്കുന്നവർക്ക് അല്ലെങ്കിൽ നോമ്പനുഷ്ഠിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേക കാരുണ്യം ലഭിക്കും. 7-ാം ദിനത്തിൽ നരക കവാടം അടയ്ക്കപ്പെട്ടു. അയ്യാമുൽ ആഷിർ ദുൽഹിജ്ജ 10 ദിനങ്ങൾ കഴിയാതെ അന്ന് നരക കവാടം തുറക്കപ്പെടുകയില്ല. ആ ദിനത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ പ്രയാസങ്ങളുടെ 30 കവാടങ്ങൾ അടക്കപ്പെടുകയും ഐശ്വര്യത്തിൻ്റെ 30 കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യും. 8-ാമത്തെ ദിനത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അത്രയും പ്രതിഫലമുണ്ട് എന്നാണ് അർത്ഥം. 9-ാമത്തേത് ദുൽഹിജ്ജയിലെ 9-ാമത്തെ ദിവസമാണ് അറഫാ ദിനം. മുമ്പുള്ള ഒരു വർഷത്തെയും മുഴുവൻ പാപങ്ങളും പൊറുക്കാൻ അറഫാ നോമ്പ് കാരണമാകുന്നു എന്നാണ് ഹദീസിലുണ്ട്. 10-ാം ദിനം ബലിപെരുന്നാൾ ദിനമാണ്. അന്ന് ആരെങ്കിലും ബലി കർമ്മം നിർവഹിച്ചാൽ അതിൻ്റെ രക്തത്തുള്ളികളും അഥവാ ആ മൃഗത്തിൻ്റെ ഓരോ രക്തത്തുള്ളികളുടെ കണക്കനുസരിച്ച് അവൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും ദോഷങ്ങൾ അള്ളാഹു പുറത്തു നൽകും. കൂടെ ഈ ദിവസങ്ങൾ ഭക്ഷണം നൽകുന്നതും സ്വതക്ക നൽകുന്നതും ഏറെ പുണ്യകരമായ കാര്യമാണ്. ഇൻഷാ അല്ലാഹ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ അറിവുകൾ ലഭിക്കുവാനും അത് നല്ല രീതിയിൽ തന്നെ ജീവിതത്തിൽ പകർത്തുവാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്, ദുആ വസിയത്തോടെ.